അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിരുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് എല്ലാ ഖൈറും ബർക്കത്തും നൽകട്ടെ, രോഗശമനവും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി തരട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബർ നല്ല സ്വർഗത്തിലും നല്ല സന്തോഷത്തിലും നല്ല ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് നമ്മൾ എല്ലാ ആളുകളുടെയും പല പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നത് കടം എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. മറ്റ് ഏത് പ്രശ്നങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും കടം വന്നുപോയി, കടക്കെണിയിൽ കുടുങ്ങിപ്പോയി എന്നതാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതായിരിക്കും, പിന്നെ അത് വീട്ടാൻ കഴിയാതെ വലിയ കടക്കെണിയിൽ കുടുങ്ങി കടക്കാർ വന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ഈ രൂപത്തിൽ കടത്തിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ഏത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കടത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചു ചോദിക്കുന്നത്, അതുപോലെ വീഡിയോയുടെ താഴെ കമൻ്റായി ചോദിക്കുന്നത്, കടം വീടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ എന്നാണ്. ആളുകളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ആളുകളും കടക്കെണിയിൽ കുടുങ്ങിയവരാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ ഒരുപാട് ആളുകൾ കടക്കെണിയിൽ കുടുങ്ങി വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കടം വീടി കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ഇസ്ലാമിക പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ 100 കോടി കടമുണ്ടെങ്കിലും എത്ര തന്നെ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരികയും കടം വീടിക്കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടത്തെപ്പറ്റി ഇസ്ലാം പറഞ്ഞത് കടം കൊടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായ രീതിയിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കടം ചോദിക്കാം. അതിന് യാതൊരു വിരോധവുമില്ല നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ. അങ്ങനെ ആരെങ്കിലും കടം ചോദിച്ച് അവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അത് സുന്നത്തുള്ള കാര്യമാണ്, ദീൻ ഇസ്ലാമിൽ കൂലിയുള്ള കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 2 പ്രാവശ്യം കടം കൊടുത്തു കഴിഞ്ഞാൽ 1 പ്രാവശ്യം സദഖ കൊടുക്കുന്നതിൻ്റെ കൂലി അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഇസ്ലാമിൽ അതിന് യാതൊരു എതിരുമില്ല. ഇസ്ലാം അത് നിരോധിച്ച ഒരു കാര്യമല്ല, ഇസ്ലാമിൽ അത് അനുവദനീയമാണ്. മാത്രമല്ല അത് ഇബാദത്താണ്, അത് സുന്നത്തുള്ള കാര്യമാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുള്ള ഒരു കാര്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേസമയം ഒരു ആവശ്യവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കടം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പോടുകൂടി ആ കടം വാങ്ങിയാൽ പിന്നീട് അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുള്ള ഒരാൾക്ക് ഒരിക്കലും കടം വാങ്ങൽ ഇസ്ലാമിൽ അനുവദനീയമല്ല. അതേസമയം ഒരു മനുഷ്യന് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്നു, കടം വാങ്ങൽ നിർബന്ധിതനായി, അങ്ങനെ അവൻ കടം വാങ്ങി. പക്ഷേ പിന്നീട് അവന് ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കുള്ള ഒരു ഇസ്ലാമിക പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് മഹാനവറുകളോട് ഒരാൾ വന്നു പറഞ്ഞു, ഓ മഹാനവറുകളെ, ഞാൻ ഒരു വലിയ കടത്തിൽപ്പെട്ടിരിക്കുകയാണ്, അത് എനിക്ക് വീട്ടാൻ കഴിയുന്നില്ല, അത്രക്കും വലിയ കടമാണ് എനിക്കുള്ളത്, അത് വീട്ടാനുള്ള എന്തെങ്കിലും ഒരു പരിഹാരമാർഗം നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്ത ദിക്ർ ഇതാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ ദിക്ർ ദിവസവും 100 തവണ നീ പതിവാക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് ഒന്നാമത്തെ കാര്യം, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളത്.
ഇനി മറ്റൊന്ന്, കടം കൊണ്ട് ബുദ്ധിമുട്ടി വിഷമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എളുപ്പത്തിൽ അവർക്ക് കടം വീടുകയും അറിയാത്ത മാർഗത്തിലൂടെ അവർക്ക് വലിയ വിജയം നൽകുന്ന വലിയ പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ്. സൂറത്തുൽ ഫതഹ് എല്ലാ ദിവസവും പതിവാക്കുക. അങ്ങനെ ഒരാൾ പതിവാക്കി ഓതിയാൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാകും. അതുപോലെ തന്നെ അവർ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയമാണ് ഉണ്ടാകുക. അത് അവരുടെ ജോലിയിലായാലും അവരുടെ ബിസിനസ്സിലായാലും എന്ത് പ്രവൃത്തി ചെയ്താലും അവരുടെ പ്രവൃത്തിയിലെല്ലാം വിജയം കാണും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഉദ്ദേശത്തോടു കൂടി എല്ലാ ദിവസവും നിങ്ങൾ ഇത് പതിവാക്കിയാൽ നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നിങ്ങൾക്ക് കിട്ടും. നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, അഥവാ പണം അധികരിക്കും, സമ്പത്ത് അധികരിക്കും, അതുപോലെ എല്ലാ കടങ്ങളും വീടിക്കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ ഓതുന്ന ആൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് നമ്മുടെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി ഒരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അയാൾക്ക് സാമ്പത്തിക വലിയ ഉയർച്ചയുണ്ടാകുകയും പണം അധികരിക്കുകയും ജീവിതത്തിൽ അയാൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകാതെ അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും അയാളുടെ മേൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അയാൾ കടക്കാരനായിട്ടാണ് ബുദ്ധിമുട്ടുന്നത് എങ്കിൽ അയാളുടെ കടം അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് വീട്ടിക്കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം മാറും. നമുക്ക് നല്ല സമ്പത്തുണ്ടാകും, നല്ല പണമുണ്ടാകും. അതുപോലെ നമ്മുടെ എല്ലാ കടങ്ങളും വീടിക്കിട്ടും. നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്കെപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇസ്ലാമിക ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എല്ലാവരും ഇത് ചെയ്യുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ അവരുടെ പല കാര്യങ്ങളും പറഞ്ഞ് അവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതുമായ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും മാറ്റിക്കൊടുത്ത് നല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ കടങ്ങളൊക്കെ വീടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ. ഒരുപാട് ആളുകൾ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊക്കെ നീ സാലിഹീങ്ങളായ മക്കളെ കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെയും കുടുംബത്തിൽ നല്ല സന്തോഷവും നല്ല റാഹത്തും നല്ല ബറക്കത്തും കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.